US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടാം വരവ് ഉറപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചെന്ന് വിശ്വസിച്ച റിപ്പബ്ലിക്കൻ നേതാക്കളടക്കം എല്ലാവരെയും മറികടന്നാണ് 47ാം പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത്. ഇതിന് തൊട്ടുപുറകെ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അധികാരത്തിലേറുന്ന ആദ്യ ദിനം തന്നെ ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും US-ൽ ആണും പെണ്ണും എന്ന 2 ജെൻഡർ മാത്രം മതിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രാൻസ്ജെൻഡറുകളെ സൈന്യം, സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവുകളിൽ ഒപ്പിടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഫിനിക്സിൽ നടന്ന പരിപാടിയിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത ശേഷമായിരുന്നു ട്രംപിന്റെ വിവാദ പരാമർശം. പുരുഷന്മാരെ സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും ആണും പെണ്ണും എന്ന 2 ലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ചടങ്ങിൽ അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവ് LGBTQ കമ്മ്യൂണിറ്റിക്ക് ഒരു വെല്ലുവിളിയായി മാറുമോ? ട്രംപിന്റെ പുതിയ തീരുമാനം US രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. LGBTQ അവകാശങ്ങൾക്കെതിരെ റിപ്പബ്ലിക്കന്മാർ തങ്ങളുടെ നീക്കം തുടർന്നതോടെയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. കാലാവസ്ഥാ വിഷയങ്ങൾക്കപ്പുറത്ത് കുടിയേറ്റം, അതിർത്തി സുരക്ഷ, ഫോസിൽ ഇന്ധനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ട്രംപ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അധികാരത്തിൽ എത്തുന്നതിന് മുൻപേയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ? 2016-ൽ വളരെ അപ്രതീക്ഷിതമായി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. എതിർ സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യ ചുവട് വെച്ചത്. 2017 ജനുവരിയിൽ ട്രംപ് ഔദ്യോഗികമായി സ്ഥാനമേറ്റു. അന്ന് രാജ്യത്തിന്റെ സുരക്ഷിതത്വം ട്രംപിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. കൂടാതെ അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറ്റക്കാർ പ്രവേശിക്കുന്നതും അദ്ദേഹം തടഞ്ഞിരുന്നു. ഭരണസമയത്ത് 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ഏക അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. 2019 ഡിസംബർ 18-ന് അധികാര ദുർവിനിയോഗം, നീതിയെ തടസ്സപ്പെടുത്തൽ എന്നീ 2 വകുപ്പുകൾ ചുമത്തിയാണ് ട്രംപിനെ ഇംപീച്ച് ചെയ്തത്. ശേഷം 2021-ലെ തുടക്കത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റലിലെ ആക്രമണത്തെ തുടർന്ന് ജനുവരി 13-ന് ജനപ്രതിനിധി സഭ അദ്ദേഹത്തെ ഔദ്യോഗികമായി 2ാം തവണയും ഇംപീച്ച് ചെയ്തു. 2020-ൽ തുടർഭരണ സാധ്യത തേടി മത്സരിച്ചെങ്കിലും ജോ ബൈഡനു മുൻപിൽ ട്രംപിന് അടിയറ പറയേണ്ടി വന്നു. വിവാദങ്ങളും അതിനു മുകളിൽ പരാമർശങ്ങളുമായി ഭരണത്തിന്റെ തലങ്ങളിലേക്ക് വീണ്ടും തിരിച്ചുവരവ് നടത്തിയ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20-ന് അധികാരത്തിലേറും. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ചുവട് പിടിച്ചാണ് ട്രംപിന്റെ തിരിച്ചുവരവ്. എന്നാൽ തിരഞ്ഞെടുപ്പിന് തൊട്ടുപുറകെ കുടിയേറ്റ നയം ശക്തിപ്പെടുത്തുമെന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ കാനഡ തുടങ്ങി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. 2021-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024-ൽ US-ൽ നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 400% വർധനയുണ്ടായിട്ടുണ്ട്. 2021-ൽ 292 ഇന്ത്യക്കാരെയാണ് US നാടുകടത്തിയത്. 2024-ൽ ഇത് 1529 ഉയർന്നു. ആഗോളതലത്തിൽ നോക്കുമ്പോൾ 2021-ൽ 59,011 പേരെ US നാടുകടത്തിയപ്പോൾ 2024-ൽ ഇത് 2,71,484 എന്ന വലിയ സംഖ്യയിലേക്ക് ഉയർന്നു. US കുടിയേറ്റ നിയമത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് നാടുകടത്തപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമെന്ന് ഇന്ത്യൻ അധികൃതർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന 2019-2020 വർഷങ്ങളിലായി 3,928 ഇന്ത്യക്കാരെയാണ് US-ൽ നിന്ന് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാടുകടത്തിയത്. എന്നാൽ ജോ ബൈഡൻ പ്രസിഡന്റായി ഭരണത്തിലുണ്ടായിരുന്ന 4 വർഷം 3,467 ഇന്ത്യക്കാരെ നാടുകടത്തി. നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് 18,000-ഓളം ഇന്ത്യക്കാർ നാടുകടത്തൽ ഭീഷണിയിൽ US-ൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 നവംബറിൽ ICE പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് അനധികൃതമായി കുടിയേറിയ 14.4 ലക്ഷം പേരുള്ളതിൽ 17,490 പേർ ഇന്ത്യക്കാരുള്ളത്. കൂട്ടനാടുകടത്തൽ തീരുമാനം ആശങ്കപ്പെടുത്തുന്നത് US-ൽ നിലവിലുള്ള കുടിയേറ്റക്കാരെയാണ്. വിജയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ നരേന്ദ്രമോദി അടക്കം UAE, സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ ഭരണാധികാരികൾ അഭിനന്ദനം അറിയിച്ചിരുന്നു. 2020-ലായിരുന്നു നമസ്തേ ട്രംപ് പരിപാടി ഇന്ത്യ സംഘടിപ്പിച്ചത്. അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഇന്ത്യ സന്ദർശനമായിരുന്നു നമസ്തേ ട്രംപ് പരിപാടി. അതിന് മുൻപും ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ അടുത്ത ബന്ധമാണ് പങ്കിട്ടിരുന്നത്. 2024-ലെ ട്രംപിന്റെ 2ാം വരവിൽ എതിർപ്പുയർത്തിയ ആളുകൾ നിരവധിയായിരുന്നു. അതെല്ലാം തന്നെ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണകാലത്തെ കാരണങ്ങളാകാം, അല്ലെങ്കിൽ വിവാദമായ പരാമർശങ്ങളാകാം.
പോൺ ആക്ട്രസ് ടോമി ഡാനിയൽസുമായുണ്ടായ കേസ് തൊട്ടിങ്ങോട്ട് ഒരുപാട് വിവാദങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയായ ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടുമുള്ള വരവ് ഇനി എന്തൊക്കെ വിവാദത്തിന് വഴിയൊരുക്കും? എടുക്കാൻ പോകുന്ന മറ്റു പല തീരുമാനങ്ങൾ ഏതൊക്കെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുമെന്നെല്ലാം തന്നെ അമേരിക്കൻ ജനത ഉറ്റുനോക്കുന്നതാണ്.